നമസ്കാരം. 6-4-10 പേരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ട് കേരളത്തിലുള്ളത് എന്ന ചില പരാമർശങ്ങൾ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ തിരഞ്ഞെടുപ്പ് കാലങ്ങളിലും അല്ലെങ്കിൽ പല സമയങ്ങളിലും വിവാദങ്ങളായി വരാറുണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചില പരാമർശങ്ങൾ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള സുന്നി പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് PM അബൂബക്കർ സാഹിബാണ്. അദ്ദേഹം തളിക്കുളം ഇസ്ലാമിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോൾ തളി തഖ്വ ജുമാ മസ്ജിദിലെ ഖത്തീബായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ ജില്ലയിലെ തളി എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണണം എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് സമയം കിട്ടിയത്, എനിക്കും അദ്ദേഹത്തിനും. അദ്ദേഹത്തോട് നമുക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങൾ. അതിലൊന്ന് കാലങ്ങളായി നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രത്യേകം അതൊക്കെ ഉയർന്നു വരാറുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, ഇതിന്റെ ആളുകളൊക്കെ മതരാഷ്ട്രവാദികളാണ് എന്നതാണ് ഏറ്റവും വലിയൊരു ആക്ഷേപം. യഥാർത്ഥത്തിൽ നിങ്ങൾ മതരാഷ്ട്രവാദികളാണോ? സത്യത്തിൽ നിങ്ങളുടെ ചോദ്യത്തോട് വളരെ ഇഷ്ടം തോന്നി. കാരണം പല ആളുകളും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആരോപിക്കുന്ന ആരോപണമാണ് ഇവർ മതരാഷ്ട്രവാദികളാണ് എന്ന്. അത് തികച്ചും ഒരു ആരോപണമാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മതരാഷ്ട്രവാദം ഇസ്ലാമിലില്ല. അത് ഖുർആൻ പഠിപ്പിക്കുന്നില്ല, പ്രവാചകൻ പഠിപ്പിക്കുന്നില്ല. അത് വെറും ആരോപണം മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെയാണ്. അത് ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തത് തിരുനബിയുടെ ശരീഅയാണ്, ഹദീസാണ്. ഇത് രണ്ടും പറയാത്ത ഒരു കാര്യമാണ് മതരാഷ്ട്രവാദം എന്നുള്ളത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം അംഗീകരിക്കുന്നില്ല. അത് അവരുടെ പ്രവർത്തന മാർഗമായി സ്വീകരിച്ചിട്ടുമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളൊക്കെ എതിർക്കുന്ന ഒരു സംഘടനയാണ്. ജനാധിപത്യ സംവിധാനത്തോട് താല്പര്യമില്ല, വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണം എന്നൊക്കെ അണികളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അറിയേണ്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ ഒരു കുറച്ച് ശരിയുണ്ട്, കൂടുതൽ ഭാഗം ശരിയുമല്ലാത്തതുണ്ട്. ശരി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വ്യത്യസ്ത സംഗതിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കാശ്മീർ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അത് നിലവിൽ വന്ന് 1948 അപ്പോൾ ആ സമയത്ത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരും മറ്റും ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. പിന്നെ ഉള്ളത് കുറഞ്ഞ ആളുകളാണ്. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്നില്ല. തന്നെയുമല്ല, അന്ന് പറഞ്ഞത് വളരെയധികം മൂല്യങ്ങൾ നോക്കിക്കൊണ്ട് ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും ആളുകളുടെ മൂല്യവും നോക്കിക്കൊണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുത്തിരുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ആ പറയത്തക്ക രീതിയിലുള്ള ഒരു സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളല്ല ഉള്ളത് എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നിരുന്നു. പിന്നീട് ആ ഒരു ഘട്ടം മാറിയത് അടിയന്തരാവസ്ഥ വന്നതിന് ശേഷമാണ്. നമുക്കറിയാം 75 അടിയന്തരാവസ്ഥ വന്നത്. അപ്പോൾ ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചിരുന്നു, RSS നിരോധിച്ചു. അപ്പോൾ മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി നിരോധിച്ചു. അതിന് കാരണം ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയ മറുപടി അത് ബാലൻസ് കീപ്പ് ചെയ്തതാണെന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് RSS നിരോധിക്കുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം പക്ഷത്ത് വന്ന് നിരോധിക്കണം. അതിന് അവർ കണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെയാണ്. അത് നിരോധിച്ചു എന്നാണ് അതിനുള്ള കിട്ടിയ മറുപടി. ഏതായിരുന്നാലും ശരി, അത് കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഇവർ പറയുന്ന ഒരു കാര്യവും, നിരോധിക്കാൻ മാത്രമുള്ള ഒരു കാര്യവും ഈ സംഘടനയ്ക്കില്ല എന്ന് ഇവിടുത്തെ സുപ്രീം കോടതി അങ്ങനെ വിധിക്കുകയും അങ്ങനെ നിരോധനം നീക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആ രൂപത്തിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ചെയ്യുന്ന
അല്ലെങ്കിൽ ഇവർ ആരോപിക്കുന്ന രൂപത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, അതിൻ്റെ ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരു സംഘടന അല്ല എന്നുള്ളത് നിയമവ്യവസ്ഥ തന്നെ തെളിയിച്ച ഒരു സംഭവമാണ്. പിന്നെ വന്നത് 77-ലാണ് പിന്നെ ഇലക്ഷൻ വരുന്നത്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി ഇലക്ഷനിൽ അവർ പങ്കെടുത്തു, അവർ വോട്ട് ചെയ്തു. അതിന് കാരണം ജനാധിപത്യത്തെ എതിർക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം ഏകാധിപത്യം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഏകാധിപത്യത്തെ എതിർക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം അവർ വിശ്വസിക്കുന്ന ആ ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിൽ പ്രവാചക ശരീരയിൽ അങ്ങനെ ഏകാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു രീതിയില്ല, മറിച്ച് ജനാധിപത്യം മാത്രമായിരുന്നു. പ്രവാചകന് ശേഷം നമുക്കറിയാം, പ്രവാചകന് ശേഷം അടുത്ത ഖലീഫ വന്നത് തന്നെ തെരഞ്ഞെടുപ്പായിരുന്നു, ബൈഅത്ത് ചെയ്തുകൊണ്ടാണ്. കൂടുതൽ പേര് ആർക്കാണോ ബൈഅത്ത് ചെയ്യുന്നത് അവരാണ് ഖലീഫയായി വരുന്നത്. അപ്പൊ ജനാധിപത്യമാണ് ഇസ്ലാമിലുള്ളത് എന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിക്കുകയും ഏകാധിപത്യത്തെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നത് ഏകാധിപത്യമാണ്. അപ്പൊ അതിനെതിരെ നമ്മൾ രംഗത്ത് വരണം എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വരികയും അങ്ങനെ 77-ലെ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കുകൊള്ളുകയും ചെയ്തു. അവർ ഇലക്ഷനിൽ വോട്ട് ചെയ്യുകയും ചെയ്തു. ഈ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധം ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ അത്? ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള രാഷ്ട്രീയ പാർട്ടിയല്ല, അത് പറയുന്നത് തെറ്റാണ്. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞല്ലോ, രാഷ്ട്രീയ മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, പറയാറുമുണ്ട്, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന്. അവർ പറയാൻ കാരണം അവരറിഞ്ഞ മതത്തിലൊന്നും രാഷ്ട്രീയമില്ല. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ഉള്ളടക്കമുള്ളതാണ് ഇസ്ലാം. അത് പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ തന്നെ ഏറെക്കുറെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആയത്തുകളും ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥകൾ, ക്രിമിനൽ നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ നിയമങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ഭരണം, എങ്ങനെയാണ് ഭരണം നടത്തേണ്ടത്, എങ്ങനെയാണ് ഭരണാധികാരികൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് മറ്റു രാഷ്ട്രങ്ങൾ തമ്മിൽ ബന്ധപ്പെടേണ്ടത്, അതിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദ എന്താണ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് കൂടുതലുമുള്ളത്. അപ്പൊ ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഇസ്ലാമിലെ ഭൂരിഭാഗം അവർ സ്വീകരിക്കാതിരിക്കുകയും കുറച്ച് ഭാഗം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ സമസ്തയിലുള്ള AP വിഭാഗത്തിലുള്ള മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കര, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അത് മഹാവിഡ്ഢിത്തമാണ്. ഇസ്ലാമിൽ രാഷ്ട്രീയമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 65% അവർ ഒഴിവാക്കിയെന്നാണ് ഇസ്ലാമിൽ നിന്നും. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയമല്ല, മനസ്സിലാക്കേണ്ടതാണ്. സമുദായത്തിൻ്റെ രാഷ്ട്രീയമല്ല, ഒരു മതത്തിൻ്റെ രാഷ്ട്രീയമല്ല, മറിച്ച് അത് പറയുന്നത് അവിടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സത്യസന്ധരായിരിക്കണം, അവര് അഴിമതി ചെയ്യുന്നവരാവാൻ പാടില്ല, സ്വജനപക്ഷപാതം ചെയ്യുന്നവരാവാൻ പാടില്ല, എല്ലാവരെയും കാണേണ്ടത് ഒരേ രീതിയിലാണ്, നീതി, ഈക്വാളിറ്റി, അതുപോലെ ജസ്റ്റിസ്, നീതി, എല്ലാവർക്കും തുല്യ നീതി, എല്ലാവർക്കും തുല്യ അവസരം, അങ്ങനെ പൂർണ്ണമായും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വെൽഫെയർ സൊസൈറ്റിയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്, എല്ലാവരും സ്വീകരിക്കുന്നതാണ്. പക്ഷേ അത് അവർ ആ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാം പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ വർഷത്ത് നിന്ന് പറയുന്നത് കൊണ്ട് അതൊരു മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുകയും ആരോപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മതരാഷ്ട്രവാദം അത് പറയുന്നില്ല, മറിച്ച് അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് അങ്ങനെ പറയുന്നില്ല. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്നതും സംസാരിക്കുന്നതും ആ കാര്യങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമാണ് പറയുന്നത്. അതിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സത്യസന്ധരായിരിക്കണം, നീതിമാന്മാരായിരിക്കണം, എല്ലാവരെയും തുല്യമായി കാണുന്നവരായിരിക്കണം, അത് സ്വന്തം ജീവിതത്തിൽ തന്നെ കാണിക്കുന്നവരായിരിക്കണം. അവർക്ക് മാത്രമേ ആ രംഗത്ത് പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രത്തിന്റെ വിഭവം എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്, എല്ലാവർക്കും തുല്യ രീതിയിൽ വിഭജിക്കണം. അതുപോലെ തന്നെ
പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെയാണ് അത് പറയുന്ന കാര്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യവും ഇത് തന്നെയാണ്, രാഷ്ട്രീയത്തിൽ അവർ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. അതായത് അതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം. ഞാൻ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ പല ആളുകളും ഇതനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയുണ്ടായി. ആ സമയത്ത് ഇവിടെയുള്ള കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആക്ടിവിസ്റ്റുകളായ, അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആളുകളും അതിൽ പങ്കുചേരുകയും അങ്ങനെ അവരെല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിന് ഭാഗഭാക്കായി ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പാർട്ടിയല്ല, അല്ല, ഒരിക്കലുമല്ല. ഇതര ആളുകളും അതിലുണ്ട്. ആളുകളും ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ അറിയപ്പെടുന്ന കുറെ ആളുകൾ അതിൽ പ്രവർത്തിച്ചിരുന്നു. ചില ആളുകളൊക്കെ തന്നെ രാജിവെച്ച് പോയി ചില കാരണങ്ങളാൽ. അതുപോലെ തന്നെ അതിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമല്ല ഇതിലുള്ളത്. അന്യമതസ്ഥര്, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വെൽഫെയർ പാർട്ടി.